ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന MIUI 12 കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ എന്തെല്ലാം പുതിയ ഫീച്ചേഴ്സാണ് MIUI 11 പുതിയതായിട്ട് വരാൻ പോകുന്നത്, എന്നാണ് ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആവുക, പിന്നെ ഏതെല്ലാം ഷവോമി മൊബൈലുകളിലാണ് ഈ MIUI 12 സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫീച്ചറിലേക്ക് കിടക്കാം, എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരാൻ പോകുന്നതെന്ന്. MIUI 12 ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവിഗേഷൻ ആൻഡ് ജസ്റ്റേഴ്സിലാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറേ ആനിമേഷൻസിൽ കുറേ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ MIUI 12 ലോഗോ വരുന്നത്. നമുക്കപ്പോൾ ഒരു ആനിമേഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ റീസെൻ്റ് ആപ്പുകളിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. മെയിനായിട്ട് നമുക്ക് പറയുന്നൊരു ഐഫോണിൻ്റെ ടച്ച് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഐഫോണിൽ iOS വരുന്ന ഒരു രീതിയാണ് ഇതിൽ നെക്സ്റ്റ് MIUI 12 കാണാൻ പോകുന്നത്. നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആപ്പിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു കാര്യത്തിൽ നിന്ന് മറ്റൊരു ആപ്പിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് നമുക്ക് അടിയിൽ ചെറുതായിട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആപ്പുകളിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇതും നമ്മൾ ഐഫോണിൽ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറാണ്. അടിയിൽ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ജസ്റ്റേഴ്സിന് പകരമായിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് കാണാൻ സാധിക്കുന്നത്. ഐഫോണിൻ്റെ നിങ്ങൾ തീമുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആയിട്ടുള്ള ഈ രീതിയിലുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റേഴ്സിലൊക്കെയാണ് വ്യത്യാസങ്ങൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. കൂടുതൽ നമുക്കൊരു കാണാനുള്ള ഭംഗിയും ഡിസ്പ്ലേയുടെ ഒരു സ്മൂത്ത്നെസ്സും ഫീൽ ചെയ്യാനാണ് ഇവർ ഈ ഫീച്ചർ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ മാറ്റം വന്നിട്ടുള്ളത് നമ്മുടെ ഷവോമിയുടെ ക്യാമറ UIയിലാണ് മാറ്റം വന്നിട്ടുള്ളത്. കാലങ്ങളായിട്ട് ഷവോമിയുടെ ഫോണുകളിലെ എല്ലാ UIയിലും വരുന്നത് സെയിം ആയിട്ടുള്ള ക്യാമറയുടെ രീതിയാണ്. ഇപ്പോഴത്തെ വരുന്നതിൽ പുതിയത് വരാൻ പോകുന്ന MIUI 12 അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആകുന്നുണ്ട്. ഈ കാണുന്നതാണ് അവരൊരു ടെസ്റ്റ് ചെയ്തിട്ടുള്ള ബീറ്റ വെർഷൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോട്ടോസ്. പിന്നെ നമുക്ക് അടുത്ത അപ്ഡേറ്റ് വരാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് മോഡിലാണ്. നമുക്ക് ഗ്ലോബലി സിസ്റ്റം ആപ്പുകളിലും എല്ലാത്തിലും നമുക്ക് ഇനി മുതൽ ഈ MIUI 12 സ്മൂത്ത് ആയിട്ടുള്ള ഡാർക്ക് മോഡ് നമുക്ക് അവൈലബിൾ ആകും. ഏത് ആപ്പുകളിലും ഇൻക്ലൂഡിങ് ഏത് ചെറിയ ആപ്പുകളിലും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ തന്നെ MIUI 12 ഉള്ളിൽ സെക്യൂരിറ്റി ആപ്പിൻ്റെ ഉള്ളൊന്നും നമ്മുടെ ഡാർക്ക് മോഡ് അവൈലബിൾ അല്ല. അപ്പോൾ പൂർണ്ണമായിട്ട് ഒരു ഡാർക്ക് മോഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു UI ആയിരിക്കും MIUI 12. അതിനുശേഷം നെക്സ്റ്റ് ഫീച്ചർ വരുന്നത് നോട്ടിഫിക്കേഷൻ ബാറാണ്. നോട്ടിഫിക്കേഷൻ ബാർ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുക. ഇത് നല്ല ഒരു പുതിയൊരു രീതിയിൽ നമുക്ക് നല്ല ഇഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുള്ളൂ എത്രത്തോളം ഇത് കാണാനുള്ള ഭംഗിയെ അപേക്ഷിച്ച് എത്രത്തോളം ഇഫക്റ്റീവാണെന്നുള്ള കാര്യം. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ വരാൻ പോകുന്നത് ഒപ്റ്റിമൈസേഷൻ ആഡ് സർവീസ് ആണ് പറയാൻ പോകുന്നത്. ആഡുകൾ വരുന്നതൊക്കെ കൂടുതൽ ഒപ്റ്റിമൈസ് ആയിട്ട് ഇപ്പം നമുക്ക് പല ഷവോമിയുടെ ആപ്പുകളിലും കണ്ടമാതിരി ആഡുകൾ വരുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഫീലിംഗ് നമുക്ക് തരുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് അടുത്ത OS വരാൻ പോകുന്നത്. 100% സീറോ ആഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ആഡ് തന്നെ പ്രതീക്ഷിക്കാം. എന്നാലും ഇപ്പോൾ ഉള്ള ആഡുകളെക്കാളും വളരെ കുറവ് ആഡ് മാത്രമാണ് കാണാൻ സാധിക്കുള്ളൂ എന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ സെക്യൂരിറ്റിയിൽ അപ്ഡേറ്റ് വരുന്നുണ്ട്. സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതൽ ഷവോമി ചൈനീസ് മൊബൈലുകൾക്ക് ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് പലരും. എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ സേഫ്റ്റി സിസ്റ്റം വളരെ മോശമാണെന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ പുതിയതായിട്ട് വരുന്ന MIUIയിലെ അപ്ഡേറ്റ് വരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഒരു പോപ്പപ്പ് ആയിട്ട് വരുന്ന രീതിയിലുള്ള നമുക്കൊരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതിന് വ്യത്യസ്തമായൊരു പോപ്പപ്പ് രീതി എന്നാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നതാണ്ടാ. ഞാൻ ഒരു വട്ടം പറഞ്ഞു, നമ്മുടെ ആപ്പിൾ ഫോൺസ് അല്ലെങ്കിൽ ഐഫോൺസ് യൂസ് ചെയ്തവർക്ക് കറക്റ്റായിട്ട് ഇത് ഫീൽ ആവും. ഇതെന്താണ് അവരുടെ മോഡൽ ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ടാണോ ഈ MIUI 12 വരാൻ പോകുന്നതിൽ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് നമുക്ക് ഇന്ത്യയിൽ ലഭിക്കാതെ പലരും എന്നോട് ചോദിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കണമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൈനയിൽ ഇതിൻ്റെ ട്രയൽ വെർഷൻ മെയ് 1st വീക്കോടുകൂടി സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ബീറ്റ വെർഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അവർ പറയുന്നത് ആഗസ്റ്റ് സെപ്റ്റംബറിൽ ഗ്ലോബലി സ്റ്റേബിൾഡ് വെർഷൻ അവർ ലോഞ്ച് ചെയ്യും. അത് ഫസ്റ്റ് ചൈനയിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇന്ത്യയിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഈ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഏതെല്ലാം മൊബൈലുകളിലാണ് നമുക്ക് ഇത് അവൈലബിൾ എന്ന് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാ മൊബൈലിലും സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷവോമിയുടെ മാക്സിമം എല്ലാ മൊബൈലിലും സപ്പോർട്ടീവാണ്. ഷവോമിയുടെ ടോപ്പ് ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള MI
10 തൊട്ടിട്ട് നമ്മുടെ റെഡ്മി നോട്ട് 5 വരെ ഈ അപ്ഡേറ്റ് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ 2 കൊല്ലം പഴയതാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഈ അപ്ഡേറ്റ് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ എല്ലാ മൊബൈലുകളിലെയും ഈ സ്റ്റേബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. മാക്സിമം സെപ്റ്റംബർ അവസാനത്തോടു കൂടി നമ്മുടെ ഇന്ത്യയിൽ ഇതിൻ്റെ സ്റ്റേബിൾ വേർഷൻ ലഭിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.